പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം പ്രവൃത്തിയും പെരുമാറ്റത്തെക്കുറിച്ചാണ്. നമ്മുടെ പ്രവൃത്തി പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് നമ്മൾ എടുക്കുന്ന വചനഭാഗം തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായമാണ്. ഇവിടെ തോബിയാസിന് കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ് തോബിത്ത് മകനായ തോബിയാസിന് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാം. 4-ാം അധ്യായം 5-ാം തിരുവചനം ഒന്ന് വായിക്കാം. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിൻ്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ എന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണമെന്ന് വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീതിനിഷ്ഠമായിരിക്കണമെന്ന് നമുക്ക് കാണാം. 6-ാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ കാണാം, അനീതി പ്രവർത്തിക്കരുത്. നിൻ്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരുമെന്ന് വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കണമെന്ന് വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കിനിയും കാണാം. 14-ാമത്തെ വാക്യത്തിലേക്ക് കാണുമ്പോൾ നമുക്ക് കാണാം, മകനെ, എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക. നിൻ്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണമെന്ന് വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണമെന്ന് വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് തന്നെ ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ പ്രവൃത്തികൾ നീതിനിഷ്ഠമാണോ എന്ന് ആത്മപരിശോധന ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ പരിശ്രമിക്കാം. ഇവിടെ നമുക്ക് ലാസ്റ്റോടുകൂടി നമുക്ക് കാണാം, 21-ാമത്തെ വചനഭാഗം നമുക്ക് കാണാം, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരുമെന്ന് വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതൊരു വാഗ്ദാനമാണ്. ദൈവത്തോടുള്ള ഭക്തി, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അവിടത്തേക്ക് പ്രീതികരമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമ്പത്ത് കൈവരുമെന്ന് വചനഭാഗം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് ഇതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ, പെരുമാറ്റം എല്ലാം നമുക്ക് മാറ്റാൻ ആത്മപരിശോധന ചെയ്യാം. അങ്ങനെ ഒരു പുതിയൊരു മനുഷ്യനായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.